ഓക്കെ ഇത്രയും വില കുറവോ? ഓട്സിന് ഇത്രേ ഉള്ളൂ, ഇതിനൊക്കെ ഇത്രേ ഉള്ളൂ, ഷാംപൂന് ഇത്രേ ഉള്ളൂ, കോഫി ചായ. അതെ, കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലെ എല്ലാ ബ്രാൻഡഡ് പ്രൊഡക്ട്സിനും നല്ല വില കുറവാ. അതിനിപ്പോ സീസൺ ആണെന്നോ വീക്കെൻഡ് ആണെന്നോ നിർബന്ധമില്ല. പിന്നെ ഇത് പിഷ്കല്ല, ഇതിന്റെ പേരാണ് സേവിങ്സ്. ബ്രില്യന്റ്. അതാണ് ചായ കുടിക്കും. വില ശരിക്കും കുറവാണ്. അതാണ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിന്റെയും കല്യാൺ എക്സ്പ്രസ് മാർട്ടിന്റെയും ഗ്യാരണ്ടി. തെക്കുംകര പഞ്ചായത്തിലെ വാഴാനി ഡാമിലെ മ്യൂസിക് വാട്ടർ ഫൗണ്ടന്റെ നിർമ്മാണം പൂർത്തിയാക്കാത്തത് അഴിമതി മൂലമാണെന്ന ആരോപണവുമായി യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം സെക്രട്ടറി VJ ജമാൽ രംഗത്ത്. ഇത് സംബന്ധിച്ച് ഉന്നത അധികാരികൾക്ക് പരാതി നൽകുമെന്നും വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നും VJ ജമാൽ ആവശ്യപ്പെട്ടു. വാഴാനി ഡാമിലെ മ്യൂസിക് വാട്ടർ ഫൗണ്ടേഷൻ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 6 കോടിയോളം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം ആരംഭിച്ചത്. 2 വർഷം കഴിഞ്ഞിട്ടും പണി എങ്ങുമെത്തിയില്ല. ഈ നിർമ്മാണത്തിന്റെ അവശിഷ്ടങ്ങൾ നടവഴിയിൽ കൂട്ടിയിട്ടിരിക്കുന്നതും വിനോദസഞ്ചാരികളെ കുറേ കാലമായി ബുദ്ധിമുട്ടിലാക്കുന്ന രീതിയിലാണ്. കാഴ്ചപരിമിതിയുള്ള ആളുകൾ നടക്കുന്ന വഴി കൂടിയാണ് ഇത്. പാതയിലെ പ്രത്യേക ലൈൻ ഇളകി മാറിയ നിലയിലാണ്. ഇത്തരം പ്രവർത്തനങ്ങളുടെ പേരിൽ വലിയ തുകകൾ പാസ്സാകുന്നുണ്ടെങ്കിലും നിർമ്മാണ പ്രവർത്തനം കാര്യക്ഷമമല്ലെന്നും VJ ജമാൽ കുറ്റപ്പെടുത്തി. MLAയുടെ വികസന ആസ്തി ഫണ്ടിൽ നിന്നും 6 കോടി രൂപയോളം ചെലവിട്ട് ഈ കാണുന്ന മ്യൂസിക് വാട്ടർ ഫൗണ്ട് നിർമ്മിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇതിൽ നാട്ടുകാരുടെ എല്ലാവരുടെയും അഭിപ്രായം ഇതിൽ വൻ അഴിമതി നടന്നിട്ടുണ്ടെന്നുള്ളതാണ്. അതിനെതിരെ വിജിലൻസിനും അതുപോലെ തന്നെ ഇതിൻ്റെ വകുപ്പ് മന്ത്രിക്കും പരാതിയുമായി യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജകമണ്ഡലം കമ്മിറ്റി മുന്നോട്ട് പോകാനാണ് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ വർക്കിനെ സംബന്ധിച്ച് വർഷങ്ങളോളമായി ഇവിടെ വരുന്ന വിനോദസഞ്ചാരികൾക്ക് നടക്കാനോ അല്ലെങ്കിൽ ഈ വഴികളൊക്കെ പൊളിച്ചിട്ട് നടക്കാനുള്ള ഒരു സാഹചര്യത്തിലല്ല ഇപ്പോൾ ഇവിടെ നിൽക്കുന്നുള്ളത്. അത് വളരെയധികം പ്രതിഷേധാർഹമാണ്. ഡാമിലെ സോളാർ പാനലുകൾ കളവ് പോയതിലും ലൈറ്റുകൾ പ്രവർത്തിക്കാത്തതിലും അധികാരികൾ മൗനത്തിലാണ്. ഇത് സംബന്ധിച്ച് ഉന്നത അധികാരികൾക്ക് പരാതി നൽകുമെന്നും വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നും VJ ജമാൽ ആവശ്യപ്പെട്ടു. വാഴാനി നടക്കുന്ന ഇത്തരം അഴിമതികൾക്കെതിരെ തെക്കുംകര മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയും അതുപോലെ തന്നെ വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റിയും ഉന്നത അധികാരികൾക്ക് പരാതി നൽകുമെന്ന് ഇതിനോടകം അറിയിക്കുന്നു.